ഗ്രാജുവേഷൻ ഡേ ആണ്. സോ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് എടുക്കാം. അത് നമുക്ക് കുറച്ച് ചിറ്റ് ചാറ്റൊക്കെ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇച്ചിരി തിരക്കിലാണ്, ഇച്ചിരി സ്ട്രെസ്സിലാണ്, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ അല്ലാതെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. സോ ആ വ്ളോഗ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് ഐ അപ്ലോഡ് ഇറ്റ് ആഫ്റ്റർ ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ റെഡിയായി തുടങ്ങാം. ഞാൻ മുടി ജസ്റ്റ് ഒരു പോണിറ്റെയിൽ കെട്ടി വെക്കാമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. സോ നമുക്ക് പതുക്കെ റെഡിയായി തുടങ്ങാം. റെഡി ആവുന്നതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് മുടി മാത്രം ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇരുന്ന് മേക്കപ്പ് ചെയ്യുമ്പം കൂടുതൽ സംസാരിക്കാം. ഞാൻ എല്ലാവരും സ്ട്രേറ്റ് ചെയ്ത പോലെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് സ്ലീക്കായിട്ട് അങ്ങനെയല്ല ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ എനിക്ക് അത്രയും പേഷ്യൻസ് ഇല്ല, ഫസ്റ്റ് തിങ്. രണ്ടാമത് ഞാൻ മുടി പിന്നെ ഇവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കാനാണ് എൻ്റെ പ്ലാൻ. അറിയത്തില്ല ലാസ്റ്റ് ഞാൻ എങ്ങനെ ഇറങ്ങുമെന്ന്. പക്ഷേ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് ഇവിടുത്തെ ഫ്രിസ് ഒന്ന് മാറിക്കിട്ടണം, ഇവിടുത്തെ കേൾസ് ഒന്ന് മാറിക്കിട്ടണം, അത്രേ ഉള്ളൂ. ബട്ട് താഴെ എനിക്ക് ആ വേവി ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. സോ അവിടെ ഒന്നും ഞാൻ സ്ട്രേറ്റ് ചെയ്യുന്നില്ല. കണ്ടോ, ഇത്രയും ഞാൻ ഉദ്ദേശിക്കത്തുള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ സ്ട്രേറ്റ് ചെയ്യത്തില്ല. ജസ്റ്റ് ഈ വളവൂടെ ഈ വളവൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം പോണി കെട്ടി വെക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. ബട്ട് കണ്ട, ഇത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഫ്രിസ് എനിക്ക് മാറണം, അതിന് മാത്രമാണ് ഞാൻ സ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹായ്. സോ ഞാൻ ഇപ്പോൾ ബോൾ ഭാഗം മാത്രം ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ലെൻസ് വെക്കാം, നോർമൽ ലെൻസ്. പിന്നെ പതുക്കെ റെഡിയായി തുടങ്ങാം. എനിക്കാണെങ്കിൽ ചൂടെടുത്ത് തുടങ്ങുന്നു. സോ ഫുൾ വേർത്ത് ഒലിച്ച് ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് തീർക്കാം. കുറച്ച് സ്കിൻ കെയർ നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് വർത്താനം പറയാമല്ലോ, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ എടുക്കാനുണ്ട്. യെസ്. സോ സ്കിന്നിൽ ആദ്യം ഞാനൊരു ടോണർ യൂസ് ചെയ്യുന്നത്, എല്ലാം തീർന്നു, എനിക്കെല്ലാം റീഫിൽ ചെയ്യാറായി. പക്ഷേ കുറച്ചുകൂടെ ഫുള്ളങ്ങ് തീരട്ടെ എന്ന് ചോദിച്ചു. കാരണം എന്താ പറ്റുന്നത് അറിയാം, ഇതിപ്പോൾ ബാക്കി ഉണ്ടല്ലോ കുറച്ച്, പുതിയത് വാങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇത് യൂസ് ചെയ്യത്തില്ല, അവസാനം ഇതെടുത്ത് കളയും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫുൾ തീരട്ടെ അങ്ങനെ. സോ ഐ കെ നോട്ട് ബിലീവ് ഇത് ഇന്നത്തെ ഗ്രാജുവേഷൻ ഡേ ആണെന്ന്. ലൈക്ക് ഞാൻ വന്നിട്ട് 1.5 വർഷമായി കാനഡയ്ക്ക്. ആൻഡ് 1.5 വർഷം എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ദർ വർ ടൈംസ് എനിക്ക് തോന്നി ടൈം എന്ത് സ്ലോ ആയിട്ട് തോന്നിയത്, എന്തിനിങ്ങനെ നിരകുന്നത്, അങ്ങനെ തോന്നിയ ഡേയ്സും നൈറ്റ്സും ഉണ്ട് എനിക്ക്. ബട്ട് എന്നാലും ഇപ്പം വെൻ ഐ ലുക്ക് ബാക്ക് 1.5 years ഭയങ്കര പെട്ടെന്ന് പോയി. ഇന്നെനിക്ക് ഭയങ്കര മിക്സ് ഓഫ് എമോഷൻസ്. എനിക്ക് ഇത്രയും അടുത്തെങ്ങും എനിക്ക് ഇത്രയും ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ലൈക്ക് ഐ എം ഫീലിംഗ് എവറിത്തിങ് അറ്റ് ദ സെയിം മൊമെൻറ്റ്. ഞാൻ ഹാപ്പിയാണ്, ഞാൻ സാഡാണ്, ഞാൻ എക്സൈറ്റഡ് ആണ്, ഞാൻ ഹംബിൾഡ് ആണ്, ഗ്രൗണ്ടഡ് ആണ്, പ്രൗഡാണ്, എല്ലാം ഫീൽ ചെയ്യുന്നൊരു ഡേ. ഐ ഡോണ്ട് നോ. ഓക്കെ, അടുത്ത നമ്മുടെ സെറം. ലൈക്ക് ഇനീഷ്യലി ലൈക്ക് തുടക്കം തൊട്ടേ എനിക്കറിയാം ലൈക്ക് മൈ പേരൻസ് നോട്ട് ഗോയിങ് ടു ബി ഹിയർ ഫോർ ഗ്രാജുവേഷൻ. ലൈക്ക് ഇപ്പം അവർക്ക് വരാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ലൈഫിലെല്ലാ ഒരു ഗുഡ് തിങ്ങിനും ദേ ഹവ് ഓൾവേസ് ബിൻ ദെയർ, ലൈക്ക് ഇൻ പേഴ്സൺ, മനസ്സിലായോ? അതുകൊണ്ട് പെട്ടെന്ന് ലൈക്ക് ദർ ഈസ് എ ഹ്യൂജ് മിസ്സിങ് ഭയങ്കരമായിട്ട്. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണല്ലോ. Because when I look back at a childhood, there was not even one instance where I had to go for a function അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ലൈക്ക് there's been nothing. അവരെപ്പോഴും ഉണ്ടായിരുന്നു. സോ ദിസ് ടൈം ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മളത് പുറത്ത് കാണിക്കില്ല. ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ സെറം ഇട്ടു, ടോണർ ഇട്ടു, ഇനിയും എൻ്റെ മോയ്സ്ചറൈസർ. ഭയങ്കര ചൂടാണ് ഇവിടെ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നാട്ടിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓൺലി 23 ഐ നോ. പക്ഷെ എന്നാലും ഇവിടുത്തെ 23 ഇസ് ലൈക്ക് സോ മച്ച്. എനിക്കിവിടെ അവിടെ ഉള്ള കണ്ണാടിയേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ നോക്കി ചെയ്യുമ്പം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നോക്കാം, നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ചെയ്യാം. എൻ്റെ ഡ്രസ്സും എല്ലാം കൂടെ എങ്ങനെ അവസാനം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓൾമോസ്റ്റ് അത് ഡ്രസ്സ് ഇടുമ്പം ഡ്രസ്സിൻ്റെ കഥ പറയാം. ഇനി സൺസ്ക്രീൻ. അതിന് മുന്നേ നമുക്ക്
ട്രൈ ചെയ്യാം. എനിക്ക് അറിഞ്ഞൂടെ ഇത് ഇഫക്റ്റീവ് ആണോ എന്ന് എൻ്റെ ഫോൺ ചരിഞ്ഞിരിക്കുകയാണോ? കുറച്ചല്ലേ, കുഴപ്പമില്ല, സോറി കേട്ടോ. ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ചില സമയം ചില ദിവസം ഭയങ്കര പഫി ആയിട്ട് എൻ്റെ ഫേസ് ഞാനിങ്ങനെ എണീക്കുമ്പം എനിക്കിത് ഇഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഞാൻ ആ പഫിനെസ് ഒക്കെ ഭയങ്കരമായിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. എൻ്റെ മനസ്സിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ ഇതുണ്ടോ, ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കഴുത്തൊക്കെ ഭയങ്കര ചുമന്നിരിക്കും കുറേ നേരത്തേക്ക്. അത് പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നു. ഞാൻ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വെച്ചോണ്ടാട്ടോ റെഡി ആവുന്നത്. പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കോപ്പിറൈറ്റ് വരുമായിരിക്കും. സോ ഓക്കെ, ഇനി സൺസ്ക്രീനും കൂടി ഇട്ടാൽ നമ്മുടെ ബേസ് മേക്കപ്പ് എല്ലാം ഫിനിഷ് ആവും. ഇത് വേർപ്പാണോ സ്കിൻ കെയറിൻ്റെ ഗ്ലോ ആണോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആയിരിക്കും, ബിക്കോസ് ഞാൻ ക്യാമറയിലല്ല നോക്കുന്നത്, ഞാൻ സ്ക്രീനിലാണ് നോക്കുന്നത്. കാരണം എനിക്കിവിടെ എക്സ്ട്രാ മിററില്ല. ഞാൻ വിചാരിച്ചത് ഒരു എക്സ്ട്രാ മിറർ വാങ്ങിച്ച് വെക്കണമെന്ന്, പക്ഷേ അതൊന്നും ഓർക്കാനുള്ളൊരു സമയം. എനിക്ക് എൻ്റെ ബോഡിയിലും എനിക്ക് സൺസ്ക്രീൻ ഇടണം, പക്ഷെ അത് പിന്നെ ഇടാം. എത്ര നേരം ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ, ബട്ട് ഇരിക്കുന്നിടത്തോളം ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ബേസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൈമർ ഇടാം. പ്രൈമറും കൂടി ഇട്ടിട്ട് നമുക്ക് അവിടെ എണീറ്റ് പോയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ ഫുൾ ഇരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഫുൾ ചെയ്യാം. ഓക്കെ, ഇനി എൻ്റെ മേക്കപ്പ് ഷടപടയും തീരും. എനിക്ക് വലിയ ഒന്നുമില്ല. ലൈക്ക് കൺസീലർ ഇടണം, ഫൗണ്ടേഷൻ ഇടണം, പിന്നെന്താ കൺസീലർ ഇടണം, ഫൗണ്ടേഷൻ ഇടണം, അത്രേ ഉള്ളൂ. ബ്ലഷ്, കണ്ണെഴുതണം, ലിപ്സ്റ്റിക് ഇടണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. സോ നമുക്കിനി അതൊക്കെ അതൊന്നും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാം അല്ലേ. എത്ര മണിയായോ? 11:30 ഞാൻ വിചാരിക്കുന്നത് ഒരു 1 മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാ. 1 മണി കഴിയുമ്പം 1 മണിയാകുമ്പോഴത്തേനും ക്യാബ് നോക്കാം. അപ്പോൾ 1 മണി നമുക്ക് ഈ മാല ഊരണം. ഇതൊരു ടാസ്ക്കാണ്. എൻ്റെ മേല് വെച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഊരാൻ എളുപ്പമായിരിക്കും, ഇടാനാണ് എനിക്ക് പാടിത്. സൂക്ഷിച്ച് വയ്ക്കണം. നമുക്ക് വേറെ ഒരു മാല വരും. മാലയാണ് ലൈക്ക് എൻ്റെ ഡ്രസ്സിൽ തന്നെ വേറൊരു മാല വരും. എൻ്റെ ഡ്രസ്സിൽ തന്നെ ഒരു മാല അറ്റാച്ച് ചെയ്ത് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് എൻ്റെ മനസ്സിൽ. ഓക്കെ, സ്റ്റോറി ടൈം. എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വേറൊരു എന്ത് ഡ്രസ്സ് ഇടണം, ഗ്രാജുവേഷന് ഡ്രസ്സ് വാങ്ങണം, അങ്ങനെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് വാങ്ങും, അപ്പോൾ ഞാനും വാങ്ങാം. അങ്ങനെ അപ്പോൾ ഞാനാണെങ്കിൽ ഡ്രസ്സ് തപ്പി ഓൾമോസ്റ്റ് 8 or 9 കടകളിൽ ഞാൻ കയറി ഡ്രസ്സ് നോക്കി. എനിക്കൊരു കടയിൽ കയറി എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. 8-9 കടയിൽ കയറിയിട്ടും ലൈക്ക് ദർ വാസ് നത്തിങ് ഐ ലൈക്ക്. പിന്നെ ഒരെണ്ണം ഞാൻ ഇങ്ങനെ നോക്കി വെച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ലൈക്ക് എടുത്ത ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കിയ ഡ്രസ്സ് എല്ലാം ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി അവസാനം ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ ഒരെണ്ണം ഞാൻ ഫിക്സ് ചെയ്തു. ഓക്കെ ഇതെടുക്കാം. അത്രയും എനിക്ക് 100% എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു 60% ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ ഐ വാസ് ലൈക്ക് വേറെ ഒന്നും ഇല്ല. സോ ഐ എം ലൈക്ക് ഐ ബൈ ദിസ്. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി അടുത്ത ദിവസം ഞാൻ കടയിൽ പോയി. അവിടെ പോയപ്പോഴത്തേനും ഞാൻ സാറയിൽ നിന്നാട്ടോ എൻ്റെ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ സാറയിൽ തന്നെയാണ് ഞാൻ ആദ്യം ഒരെണ്ണം കണ്ടുവച്ചത്, ഒരു സാറ്റിൻ ഡ്രസ്സ്. അപ്പോൾ അത് കണ്ടിട്ട് ഐ വാസ് ലൈക്ക് നെക്സ്റ്റ് ഡേ അത് പോയി എടുക്കാമെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോയപ്പോൾ ഞാൻ അതെടുത്തു. അത് ഒന്നും കൂടി ഇട്ട് നോക്കിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്തപ്പം അതെടുത്തുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ വേറെ ഒരെണ്ണം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ ഇടാത്തൊരു കളറാണ്. ഞാൻ യൂഷ്വലി അങ്ങനത്തെ ഡ്രസ്സ് ആ കളർ ഞാൻ ചൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞാൽ അത് എടുക്കുക, ഇട്ട് നോക്കുക. ബിക്കോസ് ചില ഡ്രസ്സ് ഇങ്ങനെ ഹാങ്ങറിൽ കിടക്കുമ്പം നമ്മൾ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കും. അപ്പം എല്ലാം കൂടെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അതും വേറെ ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ട് ഞാനിങ്ങനെ പോയി. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ആദ്യം എടുക്കാം എന്ന് വിചാരിച്ച ആ ഒരു സാറ്റിൻ ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചു. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് തന്നെ എടുക്കാം ഓക്കെ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു വെറുതെ ഇതൊന്ന് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചു. ഇട്ട് നോക്കിയപ്പോൾ ഇറ്റ്സ് ലൈക്ക് എനിക്കിത് മതി. അങ്ങനെ തോന്നി എനിക്ക്. ആ ഉടുപ്പ് കണ്ടപ്പോൾ ലൈക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ലവ് അറ്റ് സെക്കൻഡ് ഓർ തേർഡ് സൈറ്റ് ആയിരുന്നു അത്. പക്ഷേ ഇട്ട് വന്നപ്പം ഐ വാസ് ലൈക്ക് ഓക്കെ ഇത് മതി. മറ്റേ ഡ്രസ്സിനേക്കാളും എന്തായാലും ബെറ്റർ ആയിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയിട്ട് അത് ഞാൻ അങ്ങ് എടുത്തു. ഇറ്റ്സ് ജസ്റ്റ് എ പ്ലെയിൻ ഡ്രസ്സ്. അങ്ങനെ അത് ഞാൻ എന്തായാലും ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ
അതാണ് ഡ്രസ്സിൻ്റെ കഥ. അങ്ങനെ ഡ്രസ്സ് എടുത്ത് 3-4 പ്രാവശ്യം കടയിൽ പോയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഒരെണ്ണം കണ്ടുപിടിച്ചത്. ഞാൻ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പല പ്രാവശ്യം. അവസാനം ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോഴാണ് ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചെടുത്തത്. അന്ന് അന്ന് ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്, പക്ഷേ അന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടി. പിന്നെ ഡ്രസ്സ് ഇത്രയല്ലേ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളല്ലേ പറ്റുള്ളൂ. അതിന് ഇവിടെ എപ്പോഴും നമ്മൾ ഷൂസ് അല്ലേ ഇടുന്നത്, അപ്പോൾ അല്ലാത്ത ചെരുപ്പില്ല. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇനി ഇതിന് ഹീൽ ഇടണം. ഞാൻ ഹീൽ ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണേ അല്ല, ബിക്കോസ് ഞാൻ ഇടാറില്ല അങ്ങനെ. അപ്പം എനിക്ക് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് കുഞ്ഞ് ഹീൽ വേണം. അതും ആ ഡ്രസ്സിന് ചേരുന്ന എന്തെങ്കിലും ഒരു ഷെയ്ഡ് വേണമല്ലോ. തപ്പി അതിനും പോയി 3-4 ദിവസം പോയി. 5-6 അതിൽ കൂടുതൽ കടകൾ കയറി ഇറങ്ങിയിട്ടും ഐ കുഡ്ന്റ് ഫൈൻഡ് വൺ. പിന്നെ അവസാനം എനിക്ക് ഒരു ഹാഫ് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരെണ്ണം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ അത് ഞാൻ പിന്നെ ഇടുമ്പോൾ കാണിച്ചു തരാം. അത് എടുത്തുകൊണ്ട് വന്നു. അതായിരുന്നു ഷോപ്പിംഗ് കഥ. വേറൊന്നും ഇതിനു വേണ്ടി വാങ്ങിച്ചില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ദ ഡ്രസ് ആൻഡ് ദ ഷൂസ്. ബാക്കി മാല എനിക്ക് ഓൾറെഡി ആ ഡ്രസ്സിൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അതിനെനിക്ക് വലിയ ചിലവ് വന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ ഞാനൊരു ഡ്രസ്സ് എടുത്താൽ എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ മാല ഇടാതെ ജസ്റ്റ് ഒരു വലിയ കമ്മലിടാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ പിന്നെ അത് മറിഞ്ഞു. ബിക്കോസ് ഞാൻ വിചാരിച്ചു മാലയുണ്ട്, അപ്പം വലിയ കമ്മലിട്ടായിരിക്കും ഇറ്റ് വോണ്ട് ലുക്ക് നൈസ്. അപ്പം കമ്മലിൽ കുറേ കുഞ്ഞു കമ്മലുണ്ട്, അതിൽ ഏതിടണം അത് ചൂസ് ചെയ്യാനായിരിക്കും നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത്. കമ്മൽ പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നെയിൽ പോയി ചെയ്തു, ഒരു ചെറിയ ഗ്ലിറ്ററിൻ്റെ ചെയ്തു. പിന്നെ ഈ കൈ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഇതായി, അതൊന്ന് റിമൂവ് ഇട്ട് ചെയ്യണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് നമ്മൾ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല. എനിക്കെൻ്റെ ബാഗ് ഒന്ന് എടുത്ത് വയ്ക്കണം, എൻ്റെ ടിക്കറ്റ്സ് എടുത്ത് വയ്ക്കണം, അത്രയേ ഉള്ളൂ. എനിക്കറിയത്തില്ല ഗെറ്റ് റെഡി വിത്ത് മീ ഇങ്ങനെ ഞാനൊരു ഷിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ പോലെയാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഒരുപാട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അവസാനം കാര്യം ഐ ഡോണ്ട് വാണ്ട് ടു ക്രൈ ഓൺ ക്യാമറ. സോ എന്നാലും നോക്കാം നമുക്ക്. സോ ഐ തോട്ട് നമുക്കിങ്ങനെ ചുമ്മാ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ റെഡി ആവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട. പതുക്കെ ബാക്കി മേക്കപ്പ് ചെയ്തിട്ട് ഹെയർ എന്താ ചെയ്യേണ്ടതെന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് ഡ്രസ്സ് ഇടാം. ലൈറ്റ് ഒരു പൊടിക്ക് ഇപ്പോൾ കുറവായിരിക്കും, കാരണം എൻ്റെ ലൈറ്റിന് ചാർജ് തീർന്നു. ഇതൊക്കെ നേരത്തെ നോക്കി വെക്കണമായിരുന്നു, ബട്ട് സംഭവിച്ചു പോയി. അപ്പോൾ ഇത്രയും ലൈറ്റേ ഉള്ളൂ. ഞാനിപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചു. അറ്റ്ലീസ്റ്റ് ഫുൾ റെഡിയായി കഴിയുമ്പോഴെങ്കിലും ലൈറ്റ് വരുമായിരിക്കും. എന്നാലും എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം എന്തായാലും, ബട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, പക്ഷെ ലൈറ്റ് ഇല്ലാത്തൊരു ഇരുണ്ടിരിക്കുന്നല്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് കൺസീലർ ഇടാം. ഞാനങ്ങനെ ഫുൾ കവറേജിൻ്റെ ഒന്നും വാങ്ങിക്കാറില്ല, ബിക്കോസ് എനിക്ക് എൻ്റെ ഈ കുരുവൊക്കെ കാണുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. മെയിൻലി ബിക്കോസ് എനിക്ക് തോന്നുന്നു ഐ എം യൂസ് ടു സീയിങ് മൈ സെൽഫ് ഇങ്ങനെ കുരുവായിട്ട്. അപ്പോൾ പെട്ടെന്ന് മേക്കപ്പ് ഇട്ടത് മറയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഞാനല്ല എന്ന് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. സ്റ്റെപ്സൊക്കെ ഞാൻ എപ്പോഴും തിരിച്ചു മറിച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ജസ്റ്റ് ബ്ലഷ് ഇടുക, കണ്ണെഴുതുക, അതേ ഉള്ളൂ. ബ്ലഷും കൂടി ഇട്ടിട്ട് നമുക്ക് ബിക്കോസ് ഞാൻ വേർത്ത് തുടങ്ങുന്നു. സോ ബ്ലഷും കൂടി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്നൊരു ഫിക്സിങ് സ്പ്രേയും കൂടി ഇട്ടിട്ട് ഐസ് ചെയ്യാം. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വിചാരിച്ചു ഈ ഒരു ഗ്ലിറ്ററി ബ്രൗൺ ഇടാന്ന്. ഓക്കെ, ബ്രൗൺ അല്ലെങ്കിൽ ഈ കളർ ഇടാം. ഇതൊരു ബ്രൗൺ ആണ്, ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് ബ്രൗൺ. നമുക്ക് നോക്കാം ഏതാണ് നല്ലത്. ഞാൻ 2 ഷെയ്ഡ് ഓഫ് ബ്രൗൺ മിക്സ് ചെയ്തു, ഒരു ഡാർക്കും ഒരു ലൈറ്റും. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നോക്കാം. ഇനി മൈലാഷ് കേട്ടോ. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ ഫൗണ്ടേഷൻ, പക്ഷേ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമല്ല മേക്കപ്പ് ഇടുന്നത്. സോ എനിക്ക് റെഡ് ലിപ്സ്റ്റിക് ഇടണം എന്നുണ്ടോ. ഇത് മാക്കിൻ്റെ റൂബിവോ, പക്ഷേ ഇത് ടു മച്ച് റെഡ് ആവും ബിക്കോസ് എൻ്റെ ഡ്രസ്സ് ബ്രൗൺ അല്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് നമുക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷെയ്ഡ്, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ പോയാലും ഇടുന്ന ഷെയ്ഡ് ഇതാണ്, ഈ ഒരു പിങ്ക്. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ കൂടെ പിങ്ക് നല്ലതായിരിക്കും, ബട്ട് ഐ തിങ്ക് ഈ ബ്രൗൺ നല്ലതായിരിക്കും. പക്ഷേ ഇത് ടു മച്ച് ബ്രൗൺ, എനിക്ക് ഇഷ്ടമല്ല ബ്രൗൺ. ഇതിൻ്റെ കൂടെ മേ ബി ഐ വിൽ മിക്സ് റെഡ്. നോക്കാം നമുക്ക്. ബ്രൗണിൻ്റെ കൂടെ റെഡ് മിക്സ് ചെയ്തപ്പം ഇച്ചിരി പിങ്കിഷ് ആയോ. നെവർ മൈൻഡ്, ഇതൊക്കെ മതി. ഇനിയും മുടിയാണ് നമ്മുടെ വില്ലൻ. സോ മുടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി
ആദ്യം ചെയ്ത മുടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചെയ്തു. ബാക്കി ഇവിടെ ഇത്രയും ഈ ബേബി ഹെയർ ഒക്കെ നമുക്ക് ജെല്ലിട്ട് ലാസ്റ്റ് സെറ്റാക്കാം. ഇനിയും എന്താണെന്ന് വെച്ചാൽ ഞാൻ റിങ്സ് ഇങ്ങനെ ആക്കി. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ ഞാൻ വേറെ ഇടുന്നു. ഞാനൊരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു. പക്ഷേ അത് ആക്ച്വലി എനിക്കത്ര ഈ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ വാച്ച് ഉണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കയ്യിൽ വാച്ച് ഇടാമെന്ന്. പിന്നെ ഡ്രസ്സ് ഇടണം. അത്രേ ഉള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി. പോകാൻ നേരം വേണമെങ്കിൽ നമുക്ക് ജെല്ലിടാം. സോറി, കമ്മൽ സെലക്ട് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി സമയം എടുത്തെന്ന് വരും. ബട്ട് ബാക്കിയെല്ലാം നമ്മൾ റെഡിയായി കഴിഞ്ഞു. ആക്ച്വലി സമയം എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര നെർവസ് ആവുക. എന്തിനാണെന്ന് എനിക്കറിയാം, നെർവസ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ ഫുൾ റെഡിയായി. ഞാൻ പിന്നെ ഹെയർ സ്റ്റൈൽ മാറ്റി ജസ്റ്റ് സ്ലീക്ക് ആക്കി വെച്ചു ഇതിൽ. പിന്നെ കുറച്ച് ജെല്ലിട്ട് ജസ്റ്റ് ഹൈപ്പോടി കെട്ടി വെച്ചു. പിന്നെ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ പോകുന്ന. എന്തായാലും ഞാൻ ക്യാബ് എടുക്കുക. ബട്ട് സ്റ്റിൽ എൻ്റെ ഔട്ട്ഫിറ്റ് ഇവിടെ നിന്ന് ഇച്ചിരി കാണാമല്ലേ. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് എ ഫുൾ ഡ്രസ്. പിന്നെ ഞാൻ വാച്ച് ഇട്ടു, എൻ്റെ റിങ്സ്, ഈ മാല ഈ ഡ്രസ്സായിട്ട് തന്നെ അറ്റാച്ച്ഡാണ്. സോ ഇതാണ് എൻ്റെ ഫുൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഞാൻ കോളേജ് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാമായിരിക്കും. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു.